കാർത്തിക്, ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വശം. ഇപ്പോൾ അമേരിക്കയും ചൈനയും ഒക്കെ ശതകോടികൾ ഈ ബഹിരാകാശ ഗവേഷണത്തിനും അവരുടെ അത്തരം പ്രവർത്തനങ്ങൾക്കുമൊക്കെ മാറ്റിവെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ISRO ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യയിൽ ഈ അമേരിക്കയും ചൈനയും പോലുള്ള ശക്തികളോടാണ് മത്സരിക്കുന്നത്. ആ തരത്തിൽ ശ്രീഹരിക്കോട്ട ഈ കഴിഞ്ഞ വിക്ഷേപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം ഫലപ്രദമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് അഭിമാനിക്കാം. തീർച്ചയായിട്ടും PSLV ആയാലും GSLV ആയാലും SLV ആയാലും ഒക്കെ തന്നെ വിക്ഷേപണത്തിന്റെ 98% വിജയം എന്നതാണ് ശ്രീഹരിക്കോട്ടയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയുടെ പ്രത്യേകത. 2 വിക്ഷേപണത്തറകൾ, മൂന്നാമത്തെ വിക്ഷേപണത്തറയ്ക്ക് അനുമതി ലഭിച്ചു. പണികൾ പുരോഗമിക്കുന്നു. 13,000 കോടി ചെലവിട്ടാണ് മൂന്നാമത്തെ വിക്ഷേപണത്തറ അവിടെ പുരോഗമിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക്, ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സൂര്യനിലേക്കുമുള്ള ഇന്ത്യയുടെ ഗവേഷണങ്ങൾക്ക്, അവിടുത്തെ രഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ ബഹിരാകാശ യാത്രകൾക്കൊക്കെ ചിറക് വിരിച്ചത് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ശ്രീഹരിക്കോട്ടയിലെ ഈ വിക്ഷേപണത്തറയിൽ നിന്നതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഓരോ ഘട്ടങ്ങളിലും 1971 മുതൽ ഇങ്ങോട്ടെടുത്താൽ ഓരോ ഘട്ടത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, അത് ബഹിരാകാശ രംഗത്ത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്നതിൽ ഇന്ത്യക്ക് അഭിമാനാർഹം ആയ ഒരു നേട്ടം തന്നെയാണ് അത്. സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സേവനവും അതോടൊപ്പം തന്നെ നിയന്ത്രിത സേവനങ്ങൾക്കും എന്നിങ്ങനെ നാവിക 2 തരത്തിലുള്ള സേവനങ്ങൾ നൽകും. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക നേട്ടം നൽകാൻ നാവിക്കിന് കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ചിലവ് കുറഞ്ഞ വിക്ഷേപണം, അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം തന്നെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിലേക്ക് വിദേശ രാജ്യങ്ങളെ അടക്കം ആകർഷിക്കുന്നതും. ഒരുപാട് സ്വകാര്യ സാറ്റലൈറ്റുകൾ ഇത്തരത്തിൽ വിക്ഷേപിക്കുന്ന വലിയൊരു സ്പേസ് ബിസിനസ് എന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ത്യ കുതിച്ചതും അതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു പ്രത്യേകത, ISROയുടെ പുതിയ ചെയർമാൻ വന്ന ശേഷമുള്ള ആദ്യ ദൗത്യം എന്നൊരു പ്രത്യേകത കൂടി ഇതിന് ഉണ്ട്. മാത്രമല്ല, നമ്മൾക്ക് ഇനി നിരവധി ദൗത്യങ്ങൾ ബാക്കിയുണ്ട്. നാസയുമായി ചേർന്നുള്ള നിസാർ ദൗത്യം ഒരുപക്ഷെ ISROയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെലവേറിയ ദൗത്യമായി അതിനെ വിശേഷിപ്പിക്കുന്നു. ആ ദൗത്യത്തിനുള്ള പദ്ധതികൾ, അതിനുമായി ബന്ധപ്പെട്ട ക്രൂ മൊഡ്യൂൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഗഗൻയാൻ, അത് ഇന്ത്യയുടെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ്. ആളില്ലാ വിക്ഷേപണമാണ് ഇനി ശ്രീഹരിക്കോട്ടയിൽ നടക്കാനിരിക്കുന്ന നിർണായക ദൗത്യം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏതായാലും ശ്രീജ, ആ സുപ്രധാന നാഴികക്കല്ലിലേക്ക് ഇന്ത്യ ചുവടുവച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ISROയുടെ ഔദ്യോഗിക ട്വീറ്റിനായി നമ്മൾ കാത്തിരിക്കുന്നു. ആദ്യ 2 ഘട്ടങ്ങൾ വിജയം, ലിഫ്റ്റ് ഓഫ് വിജയമായിരുന്നു. അതോടൊപ്പം തന്നെ 2ാം ഘട്ടം സെപ്പറേഷൻ വിജയമായിരുന്നു. ഏതായാലും 3ാം ഘട്ടവും വിജയിച്ചു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഇനി വരേണ്ടത്. ഏതായാലും അതിനായി നമ്മൾ പ്രതീക്ഷിക്കുന്നു NVS-2 എന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്ക് കാണാം. ശ്രീജ, വിക്ഷേപണം വിജയമായിരിക്കുന്നു. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ മറ്റൊരു ചരിത്ര മുഹൂർത്തം കുറിച്ചിരിക്കുന്നു. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം, NVS-2ന്റെ 100ാം വിക്ഷേപണം വിജയത്തിൽ എത്തിയിരിക്കുന്നു. 20 മിനിറ്റിൽ 6:23 ശ്രീഹരിക്കോട്ടയിലെ 2ാമത്തെ ലോഞ്ച് പാഡിൽ നിന്നും NVS-2വുമായി GSLV F-15 കുതിച്ചുയർന്നു. കൃത്യം 20 മിനിറ്റിൽ ഭ്രമണപഥത്തിൽ ലക്ഷ്യത്തിൽ അത് എത്തിയിരിക്കുന്നു. ഇന്ത്യ മറ്റൊരു ചരിത്ര മുഹൂർത്തം കുറിച്ചിരിക്കുന്നു. ആ നേട്ടം ഔദ്യോഗികമായി അല്പസമയത്തിനകം തന്നെ ISROയുടെ ട്വീറ്റിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ ശുഭകരമായ വാർത്തകളാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കരഘോഷങ്ങളോടെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സഹപ്രവർത്തകർ ഏറ്റെടുക്കുന്നത് കാണാം. പുതിയ ISRO ചെയർമാൻ അദ്ദേഹം അഭിമാനപൂർവ്വം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ദൗത്യമായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നത് കാണാം. അതായത് അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യ. 100ാം വിക്ഷേപണം വിജയകരമായിരിക്കുന്നു. GPS ഒക്കെ പോലെ നമ്മുടെ സ്വന്തം നാവിക്, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം നാവിക്കുണ്ട്. 7 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണി സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക്. ഈ സംഘത്തിലേക്ക് NVS-02 കൂടി എത്തുന്നതോടെ അത് ഒരു ചരിത്ര നേട്ടമാണ്. ചന്ദ്രയാൻ 3യും ആദിത്യ L1 അടക്കമുള്ള നിർണായക ദൗത്യങ്ങൾ നമുക്കിനി ബാക്കിയുണ്ട്. ആ ദൗത്യങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ
ചന്ദ്രയാൻ 3 ആദിത്യ L1 ശേഷമുള്ള നിർണായക ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയകരമായിരിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ആ നിമിഷത്തിനായിരുന്നു. ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് ആ നിമിഷത്തിനായിരുന്നു. ഇതാ ഉദ്വേഗത്തോടെ ISROയിലെ ശാസ്ത്രജ്ഞരെ നമുക്ക് കാണാം. ഈ ദിവസം പുലരുമ്പോൾ ഇന്ത്യ ഉയർന്ന് നിൽക്കുന്നത്, വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണവും വിജയകരമായിരിക്കുന്നു. നാവിഗേഷൻ ഉപഗ്രഹമായ NVS-02 ഇത് ഇന്ന് ഭ്രമണപഥത്തിൽ എത്തുന്നതോടെ നമുക്ക് നമ്മുടെ സ്വന്തമായ ഒരു നാവിഗേഷൻ സിസ്റ്റം, ഗതി നിർണയം, ഒപ്പം സ്ഥാന നിർണയം, സമയം ഇവ ലഭ്യമാക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം സിസ്റ്റം ഇനി ISRO ചെയർമാൻ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഫസ്റ്റ് ലോഞ്ച് ഓഫ് ദിസ് ഇയർ 2025 has been successfully accomplished with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. This mission is the 100th launch from our launch pads, which is very significant milestone of India. Our space program was conceived and started by visionary leader Professor Vikram Sarabhai and taken forward by generations of leaders. Couple of senior leaders are right now available in the VIP gallery. Till today, we have developed 6 generations of launch vehicles. The first launch vehicle was developed under the guidance of Professor Satish Dhawan with APJ Abdul Kalam as the project director, and the launch took place in the year 1979. From that till today, including today's launch, we have accomplished 100 launches from these launch pads. Over these 100 launches, we have lifted 548 satellites to orbit. Over these 100 launches, totally we have lifted 120 tons of payload, including 23 tons of 433 foreign satellites. This launch site has witnessed several significant milestones of the Indian space program, including 3 Chandrayaan missions, a Mars orbiter mission, Aditya L1 mission, SRE mission, a single rocket placing 104 satellites in the orbit, and host of communication, earth observation and navigation satellites. On behalf of the present generation of ISRO leaders, I salute all the previous generation of leaders, the past and present employees, and our family members, industrial and academia partners for the sincere efforts, hard work and dedication that enable us to accomplish this mission. Let me also express our sincere gratitude for the political leadership for the encouragement and support provided throughout the space activities, space program. As you all know, we have 4 operational launch vehicles: PSLV, GSLV, LVM-3 and SSLV. Today's mission was the 17th launch of GSLV with the 11th indigenous cryogenic stage. In this mission, the data has come, all the vehicle systems have performed as expected, and the satellite is injected with very minimum level of dispersion. Let me congratulate the launch vehicle community, industrial partners and academia for the successful performance of GSLV F-15. As all of you know, the NAVIC system is evolving as the backbone of indigenous satellite navigation ecosystem of Indian region. The first batch of IRNSS satellites launched in the previous decade has been successful in establishing the PND services in the country. The NVS series is the second generation of these satellites that are progressively being deployed by GSLV to augment Navy constellation and further strengthening the PND ecosystem in the nation. The NVS-02 satellite incorporates the second indigenous atomic clock, which is a shining example of Make in India in the critical technology development. Today, many applications based on NAVIC, spanning from strategic uses,
tracking of shipping vessels, time synchronization, train tracking, and safety of life alert dissemination are accomplished. Let me congratulate the spacecraft team and all the teams, including range tracking, all the teams, for the successful accomplishment what is done today. In the coming days, we look forward to further orbit tracing operation of the satellite and successful deployment in the assigned orbit. Right now, along with me, the present leaders, the mission director, satellite project director, and directors of all the centers and units are with me. Now, let me request them to address. First, let me start with the mission director, Sri Thomas Kurian. Thank you, sir.